ശ്രീരാമനാമം ജപസാരസാഗരം. ഹായ്, ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്നറിയോ? ഈ സ്റ്റെപ്പും ഈ നടക്കണതൊക്കെ കാണുമ്പോൾ തന്നെ തിരുവല്ലാമലക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് വേറെ എവിടെയില്ല, നമ്മുടെ തിരുവല്ലാമലക്കാർക്കൊക്കെ അഹങ്കാരത്തോടെ പറയാൻ പറ്റുന്നത് നമ്മുടെ സ്വന്തം ശ്രീരാമക്ഷേത്രമാണ്. ശ്രീ വില്വാദ്രി ശ്രീരാമക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കർക്കിടകം 1 ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. കർക്കിടകം 1 എടുത്തതാണിത്, പക്ഷേ ഷൂട്ടും തിരക്കൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റായി. എന്തായാലും തിരക്കിൻ്റെ ഇടയിലൂടെ ആക്ച്വലി ഞാൻ തൊഴാൻ വേണ്ടിയിട്ട് മാത്രം വന്നതല്ല, ഒരു ചെറിയൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. ചെറുതല്ല, വലിയൊരു ഷൂട്ട് തന്നെയായിരുന്നു. ആർടെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റൈലിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ടായിരുന്നു ഞാനിവിടെ എത്തിയിട്ടുള്ളത്. കുറേ പരിചയമുള്ള ആൾക്കാരെയൊക്കെ കാണാൻ പറ്റിയെന്ന്. എല്ലാവരും അമ്പലത്തിൽ വരുന്നൊരു ദിവസം കൂടിയാണല്ലോ. അപ്പോൾ എന്തായാലും നന്നായിട്ട് തൊഴാനൊക്കെ പറ്റി. അമ്പലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും കണ്ടോളൂ. ഇവിടെ മെയിനായിട്ട് 2 പ്രതിഷ്ഠകളാണ് ഉള്ളത്. ശ്രീരാമസ്വാമിയും അതുപോലെ തന്നെ ലക്ഷ്മണസ്വാമിയുമാണ്. പിന്നെ ഈ ആൾക്കാരൊക്കെ തൊഴിൽ നടന്നു വരുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇതെന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുനർജനിയിലേക്ക് തൊഴണത് പോലെയാണ്. അങ്ങനെ ഒരു സങ്കല്പം കൂടി ഉണ്ട് ഇവിടെ. അപ്പം ഞാനും എന്തായാലും അവിടെയൊക്കെ തൊഴുതിട്ട് വരുന്നതാണ് ഈ കാണുന്നത്. എന്തായാലും നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ ഹാപ്പിനെസ് കിട്ടുക എന്നൊക്കെ പറയില്ല, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഞാൻ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. അപ്പം ഞങ്ങൾ പോയ സമയത്ത് ശിവേലിയൊക്കെ തൊഴാൻ പറ്റി. ശിവേലി വരുന്ന സമയമൊക്കെ ആയിരുന്നു. ആ ശിവേലിയും കണ്ടു വെക്കാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ പുറത്തുള്ള പ്രതിഷ്ഠ ഈ കാണുന്നതാണ് കുണ്ടിലയ്യപ്പൻ. ഇവിടെ പാർവതി ദേവിയും ശിവനും അയ്യപ്പനും കൂടെയുള്ള പ്രതിഷ്ഠയാണ്. ഈ കാണുന്നത് ഗുരുവായൂരപ്പന്റെ ആൽമരാണ്. ഇവിടെ തൊഴുത് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ തൊഴുതു എന്നുള്ളതാണ് വിശ്വാസം. പിന്നെ ഇവിടെ മെയിൻ ആയിട്ടുള്ള പ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിയാണ്. ഹനുമാൻ സ്വാമിയുടെ ഇഷ്ട വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടമാലയാണ്. അതുപോലെ തന്നെ ഗണപതിയും ഉണ്ട് ഇവിടെ. ഈ ആലിന്റെ തറയിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പ്രാർത്ഥനയോടുകൂടി ഇവിടെ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെക്കുകയാണെങ്കിൽ അത് നടക്കുന്നതാണ് ഒരു വിശ്വാസം. അപ്പം ഞാനും എന്തായാലും അതൊക്കെ ചെയ്തു. അപ്പോൾ എന്തായാലും ഈ പുണ്യമാസമായ രാമായണ മാസത്ത് നാലമ്പല ദർശനത്തിന് പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ശ്രീരാമക്ഷേത്രം. ലക്ഷ്മണനും ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ കുഴൽമന്നത്ത് ശത്രുഘ്നനെ തൊഴാനായിട്ടാണെങ്കിൽ അവിടെയും പോവാം. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ നാലമ്പലം നമുക്ക് തൊഴാനായിട്ട് പറ്റും. തിരുവില്ലാമലയിൽ ഇതുപോലത്തെ നല്ല കുട്ടികളെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. കുറേ പേരുണ്ട് ഇവിടെ. അങ്ങനെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് നമ്മുടെ സ്വന്തം ജയശ്രീ ഹോട്ടലിൽ. ജയശ്രീയിൽ പോയിട്ട് നല്ല ചൂട് മസാല ദോശയൊക്കെ കഴിച്ചു. പഴയ ഒരു ഹോട്ടലാണ് കേട്ടത്. അപ്പോൾ നല്ലൊരു അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് ഞാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.